ആ ഒറ്റ സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ടോപ്പിക് വൂണ്ട് ഡെഹിസൻസ്. ഓക്കെ, അപ്പൊ വൂണ്ട് ഡെഹിസൻസ് എന്ന് പറഞ്ഞാല് നമ്മുടെ വൂണ്ടിന്റെ ഏതെങ്കിലും ഒരു ലെയർ അല്ലെങ്കിൽ എല്ലാ ലെയേഴ്സും ഡിസ്റപ്റ്റഡ് ആവുക, ആ കണ്ടീഷനാണ് വൂണ്ട് ഡെഹിസൻസ് എന്ന് പറയുന്നത്. ഇത് കാണുന്നത് അബ്ഡോമിനൽ വൂൺസിലാണ്, അതും ഒരു 3% അബ്ഡോമിനൽ വൂൺസിൽ മാത്രമേ കാണുള്ളൂ. അത് ഭയങ്കര ഡിസ്ട്രെസിങ് ആയിരിക്കും ആ പേഷ്യന്റിന്. ഇപ്പൊ വൂണ്ട് ഡെഹിസൻസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ വൂണ്ട് എല്ലാ ലെയേഴ്സും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെയർ ഡിസ്റപ്റ്റഡ് ആവുന്ന കണ്ടീഷനാണ് വൂണ്ട് ഡെഹിസൻസ്. അബ്ഡോമിനൽ വൂൺസിലാണ് കാണുന്നത്. 3% കേസസിൽ ഭയങ്കര ഡിസ്ട്രെസിങ് ആയിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5th അല്ലെങ്കിൽ 8th പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡേയിലാണ് ഇത് കാണുന്നത്. കാരണം ആ സമയത്താണ് വൂണ്ട് അതിന്റെ ഏറ്റവും വീക്കസ്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് കാണുന്നത് 5th അല്ലെങ്കിൽ 8th പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡേയില്. പിന്നെ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു അണ്ടർലൈൻ ആബ്സസ് കാണുമായിരിക്കും. പിന്നെ ഫീച്ചർ സെറസാഞ്ചിന് ഡിസ്ചാർജ് ആയിട്ടാണ് പേഷ്യന്റ് പ്രസന്റ് ചെയ്യുന്നത്. സെറസാഞ്ചിന് ഡിസ്ചാർജ്, ആ വൂണ്ടിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടേക്കും പേഷ്യന്റ് വരുന്നത്. ഇനി പേഷ്യന്റ് ഒരു പോപ്പിംഗ് സെൻസേഷൻ, അതായത് എന്തോ ക്രാക്കിൾ പോലത്തെ ഒക്കെ സെൻസേഷൻ നെറ്റ് നോക്കിയപ്പോ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സെൻസേഷൻ ഉണ്ടാവും പേഷ്യന്റിന്. എന്തെങ്കിലും സ്ട്രെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കഫിങ്ങിന്റെ സമയത്ത് അത് ഒരു പോപ്പിംഗ് സെൻസേഷൻ ഉണ്ടാവും. ഇനി ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഓൾറെഡി സർജറി ചെയ്ത് എന്തെങ്കിലും അബ്ഡോമിനൽ അപ്പൊ എന്തെങ്കിലും സർജറി ചെയ്ത വൂണ്ട് ആയിരിക്കുമല്ലോ. അപ്പൊ ആ വൂണ്ട് ഡെഹിസെന്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും റീസ്യൂച്ചറിങ് ചെയ്യാം. വീണ്ടും ഓപ്പറേഷൻ തിയേറ്റർ കൊണ്ടുപോയിട്ട് റീസ്യൂച്ചർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ചില പേഷ്യൻസിന് അത് ആവശ്യം ഉണ്ടാവില്ല, വീണ്ടും റീസ്യൂച്ചർ ചെയ്യണ്ടെന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ കേസസിൽ ഓപ്പൺ വൂണ്ട് ആയിട്ട് തന്നെ വിടാം. എന്നിട്ട് ഇടക്കിടക്ക് ഡ്രസ് ചെയ്ത്, പിന്നെ സാധാരണ താനെ ഈ വൂണ്ടങ്ങ് ഉണങ്ങിക്കോളും. അപ്പൊ ഡ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ചിലർക്ക് വാക്വം അസിസ്റ്റഡ് ക്ലോഷർ പമ്പ്സ് ഇത് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ മാനേജ്മെന്റ്. ഒന്നെങ്കിൽ റീസ്യൂച്ചർ ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പൺ വൂണ്ടാക്കി തന്നെ വിട്ടിട്ട് ഇടക്കിടക്ക് ഡ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വാക്വം അസിസ്റ്റഡ് ക്ലോഷർ പമ്പ്സ് ഇത് യൂസ് ചെയ്യാം. ഇനി ഇതിന്റെ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് വൂണ്ട് ഡെഹിസൻസിന്. ജനറൽ റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്, ലോക്കലും ഉണ്ട്. ജനറൽ എന്ന് പറഞ്ഞാൽ മൽനറിഷ്മെന്റ്, ഡയബറ്റിസ്, ഒബെസിറ്റി, റീനൽ ഫെയിലിയർ, ജോണ്ടിസ്, സെപ്സിസ്, ക്യാൻസർ അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് ഒക്കെ എടുക്കുന്ന പേഷ്യൻസിന്. ഇതാണ് ജനറൽ റിസ്ക് ഫാക്ടേഴ്സ്. പിന്നെ ലോക്കൽ ആയിട്ടുള്ളത്, നമ്മൾ വൂണ്ട് ക്ലോസ് ചെയ്തത് ശരിയല്ല, ഒന്നെങ്കിൽ ഇൻഅഡിക്വേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പോർ ക്ലോഷർ ഓഫ് വൂണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വൂണ്ട് ഹീലിംഗ് പോർ ആണ്, എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഹെമറ്റോമയോ ഒക്കെ കാരണം വൂണ്ട് ഹീലിംഗ് പോർ ആവുക. അല്ലാന്നുണ്ടെങ്കിൽ ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ കൂടുക. ലൈക്ക് ഇപ്പൊ ഒരുപാട് കഫ് ചെയ്യുന്ന പേഷ്യൻസ്, ഈ COPD ഒക്കെ ഉള്ള പേഷ്യൻസ് അവർ ഒരുപാട് തവണ ചുമക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ കേസസിലൊക്കെ ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ കൂടുവാണെങ്കിൽ ഇതേപോലെ വൂണ്ട് ഡെഹിസൻസ് ഉണ്ടാവും. ഇതാണ് റിസ്ക് ഫാക്ടേഴ്സ്. മനസ്സിലായോ? എന്നൂടെ പറഞ്ഞുതരാം. വൂണ്ട് ഡെഹിസൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൂണ്ടിന്റെ എല്ലാ ലെയേഴ്സും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെയർ ഡിസ്റപ്റ്റ് ആവുന്ന കണ്ടീഷനാണ് വൂണ്ട് ഡെഹിസൻസ്. ഇത് കാണുന്നത് 3% അബ്ഡോമിനൽ വൂൺസിലാണ്. ഭയങ്കര ഡിസ്ട്രെസിങ് ആയിരിക്കും പേഷ്യന്റിന്. ഇനി ഇത് കാണുന്നത് 5th അല്ലെങ്കിൽ 8th പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡേയിലാണ് വരുന്നത്. പേഷ്യന്റ് വരുന്നത് സെറസാഞ്ചിനസ് ഡിസ്ചാർജ് ആയിട്ടായിരിക്കും ഈ വൂണ്ടിൽ നിന്ന്. പിന്നെ പേഷ്യന്റ് ഒരു പോപ്പിംഗ് സെൻസേഷൻ ഉണ്ടാവും. പേഷ്യന്റ് കഫ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്യുമ്പോഴൊക്കെ ഒരു പോപ്പിംഗ് സെൻസേഷൻ ഉണ്ടാവും. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ വൂണ്ട് റീസ്യൂച്ചർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പൺ വൂണ്ടാക്കി തന്നെ വിടാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഡ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ വാക്വം അസിസ്റ്റഡ് ക്ലോഷർ പമ്പ് ഇത് യൂസ് ചെയ്യാം. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ജനറൽ റിസ്ക് ഫാക്ടേഴ്സും ലോക്കലും. ലോക്കൽ എന്ന് പറയുമ്പോൾ വൂണ്ട് ക്ലോസ് ചെയ്തത് ഇൻഅഡിക്വേറ്റ് ആവുക, അല്ലെങ്കിൽ വൂണ്ട് ഹീലിംഗ് പോർ ആവുക, അല്ലെങ്കിൽ അബ്ഡോമിനൽ പ്രഷർ കൂടുക, ലൈക്ക് ഒരുപാട് കഫ് ചെയ്യുന്ന ആൾക്കാരിലൊക്കെ COPD ഒക്കെ ഉള്ള പേഷ്യൻസിന്. ഇതാണ് വൂണ്ട് ഡെഹിസൻസ്. ഓക്കെ ആണോ? ഇനി അടുത്ത ടോപ്പിക് റൂട്ടീൻ പ്രിപ്പറേഷൻ ഫോർ സർജറി. ഇത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സപ്ലിമെന്ററിക്കാർക്ക് ചോദിച്ചാണ് 3 മാർക്കിന്. ഇത് നമുക്ക് ചോദിക്കാൻ സാധ്യത കുറവാണ്. ഒരു ചാപ്റ്റർ എന്നോട് ബെയിലിൽ ഞാൻ അവിടെ ഒക്കെ വായിച്ചിട്ടുള്ളൂ കേട്ടോ, കുറേ ഉണ്ട്. അപ്പൊ ഏകദേശം ചോദിക്കുവാണെങ്കിൽ 2 മാർക്കിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാനുള്ളത് പറഞ്ഞുതരാം. അത്രയും പോരെ? അപ്പോ നമ്മള് ഒരു പേഷ്യന്റിനെ നമ്മൾ സർജറി ചെയ്യാൻ പോവാണെന്നെങ്കിൽ അതിന് മുന്നേ നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്യണമെന്നുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ഹിസ്റ്ററി എടുക്കണം. ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സർജറി എന്ന ആ കണ്ടീഷന്റെ ഹിസ്റ്ററി മാത്രമല്ല, അയാളുടെ പ്രസന്റ് ഹിസ്റ്ററി, പാസ്റ്റ്, ഫാമിലി, ഡ്രഗ് ഹിസ്റ്ററി, എല്ലാ ഹിസ്റ്ററി എടുക്കണം.
പിന്നെ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യണം. ഫിസിക്കൽ എക്സാമിനേഷൻ എല്ലാ ഓർഗൻ എക്സാമിനേഷൻ, ജനറൽ, പിന്നെ ഓരോ ഓർഗൻ സിസ്റ്റത്തിന്റെ എക്സാമിനേഷൻ, അങ്ങനെ ഫുൾ എക്സാമിനേഷൻ ചെയ്യണം. പിന്നെ വേണ്ടുന്ന ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണം. അതുപോലെ ഇൻഫോംഡ് കൺസെന്റ് എടുക്കണം, മസ്റ്റാണ് ഇൻഫോംഡ് കൺസെന്റ്. പിന്നെ ആ സൈറ്റ് ഓഫ് ഓപ്പറേഷൻ അത് മാർക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ ഈ തിയേറ്റർ സെറ്റ് ചെയ്യുക, അത്യാവശ്യത്തിനുള്ള സ്റ്റാഫിനൊക്കെ അറേഞ്ച് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ത്രോംബോ എംബോളിക് പ്രൊഫൈലാക്സിസും ആന്റിബയോട്ടിക് പ്രൊഫൈലാക്സിസും. ഇത്രയാണ് റുട്ടീൻ പ്രിപ്പറേഷൻസ്. അപ്പൊ നമ്മൾ ഹിസ്റ്ററി എടുക്കുക, ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുക, പിന്നെ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുക, ഇൻഫോംഡ് കൺസെന്റ് എടുക്കുക, മാർക്കിംഗ് ദ സൈറ്റ് ഓർ സൈഡ് ഓഫ് ദ ഓപ്പറേഷൻ, ദെൻ പ്രൊഫൈലാക്സിസ് രണ്ടെണ്ണം, ത്രോംബോ എംബോളിക് പ്രൊഫൈലാക്സിസ്, ആന്റിബയോട്ടിക് പ്രൊഫൈലാക്സിസ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ ഹിസ്റ്ററി ടേക്കിംഗ്. ഹിസ്റ്ററി ടേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാണുന്നുണ്ടോ, ഇത് ചെറുതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ഹിസ്റ്ററി ടേക്കിംഗ്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഓർഗൻ സിസ്റ്റത്തിന്റെയും പ്രോബ്ലംസ് നമ്മൾ നോട്ട് ചെയ്യണം. എല്ലാ സിസ്റ്റവും നമ്മൾ ചോദിക്കണം. അതുപോലെ പാസ്റ്റ് മെഡിക്കൽ, സർജിക്കൽ ഹിസ്റ്ററി, ഡ്രഗ് ഹിസ്റ്ററി, അലർജിക് ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി, എന്തെങ്കിലുമൊക്കെ റെലവെന്റ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചോദിക്കണം ഹിസ്റ്ററി ടേക്കിംഗ്. പിന്നെ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ എക്സാമിനേഷൻ ഉണ്ട്, ഓരോ സിസ്റ്റം വൈസ് എക്സാമിനേഷൻ ഉണ്ട്, പിന്നെ സർജറി റിലേറ്റഡ്, അതായത് ആ സർജറിയുടെ സൈറ്റ്, ടൈപ്പ്, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, ആ അണ്ടർലൈൻ പത്തോളജി കാരണം എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാം. പിന്നെ സ്പെസിഫിക് എക്സാമിനേഷൻ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്യൂട്ടബിലിറ്റി ഫോർ പൊസിഷനിങ് ഡ്യൂറിങ് സർജറി, അതിന് വേണ്ടിയാണ് ചെയ്യുന്നതാണ് ഈ സ്പെസിഫിക് എക്സാമിനേഷൻ. എക്സാമിനേഷൻ ഞാൻ ആദ്യം പറഞ്ഞ ജനറൽ എക്സാമിനേഷൻ. ജനറൽ എക്സാമിനേഷൻ നമ്മൾ നോക്കുന്നത് പേഷ്യന്റ് അനീമിയ ഉണ്ടോ, അതുപോലെ ജോണ്ടിസ്, സൈനോസിസ്, പേഷ്യന്റ് ന്യൂട്രീഷൻ സ്റ്റാറ്റസ്, എന്തെങ്കിലും ഇൻഫെക്റ്റീവ് സോഴ്സ് ഉണ്ടോ എന്ന് കൂടെ നമ്മൾ ചെക്ക് ചെയ്യാം. അതാണ് ജനറൽ എക്സാമിനേഷൻ ചെയ്യുന്നത്. അനീമിയ, ജോണ്ടിസ്, സൈനോസിസ്, ന്യൂട്രീഷൻ, സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. രണ്ടാമത്തെ CVS. CVSൽ നമ്മൾ പേഷ്യന്റിന്റെ പൾസ് എടുക്കുക, BP, ഹാർട്ട് സൗണ്ട്, ബ്രൂയി, പെരിഫറൽ എഡിമ. പിന്നെ റെസ്പിറേറ്ററിയിൽ ഇത് നമ്മളിപ്പോ ഈ പൾസ് ഒക്കെ നോക്കിയപ്പോലെ റെസ്പിറേറ്ററി റേറ്റ് നോക്കുക, ബ്രെത്ത് സൗണ്ട് നോക്കുക, അതുപോലെ ചെസ്റ്റ് എക്സ്പാൻഷൻ ആൻഡ് പെർക്കഷൻ, പിന്നെ സാച്ചുറേഷൻ, ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുക. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനിൽ എന്തെങ്കിലും അബ്ഡോമിനൽ മാസസ്, അസൈറ്റിസ്, ബവൽ സൗണ്ട്, ഹെർണിയ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. അതുപോലെ ജെനൈറ്റാലിയ എക്സാമിൻ ചെയ്യുക. ന്യൂറോളജിക്കലി പേഷ്യന്റ് കോൺഷ്യസ്നെസ്, കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, സെൻസേഷൻ, മസിൽ പവർ, ടോണ്, റിഫ്ലക്സ്, അതൊക്കെ നോക്കുക. പിന്നെ എയർവേ അസസ് ചെയ്യുക. ഇത് ഇത്രയൊന്നും വേണ്ട, ഒരു ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ എന്തൊക്കെ നോക്കുന്നു. അപ്പൊ അത് വെച്ച് ഓർമ്മിച്ചങ്ങ് എഴുതിയാൽ മതി. ജനറൽ എക്സാമിനേഷൻ എനിക്ക് ക്ലാസ് ഉണ്ട്. ജനറൽ എക്സാമിനേഷൻ, കാർഡിയോവാസ്കുലാർ, റെസ്പിറേറ്ററി, GIT, ന്യൂറോളജിക്കൽ, എയർവേ, ഇത്രയാണ് നമ്മൾ എക്സാമിനേഷനിൽ ചെയ്യുന്നത്. ഇനി അടുത്തത്, അപ്പൊ നമ്മൾ ആദ്യം ഹിസ്റ്ററി എടുത്ത് ഹിസ്റ്ററി എടുത്ത് എക്സാമിൻ ചെയ്ത് ഇനി അടുത്ത ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷനിൽ ആദ്യത്തേത് CBC. നിങ്ങൾ കൊണ്ടുപോയി ഒറ്റ സെക്കൻഡ് കൂടിയോ? ഹലോ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഹിസ്റ്ററി എടുത്ത് എക്സാമിൻ ചെയ്ത് മൂന്നാമത്തെ ഇൻവെസ്റ്റിഗേഷനിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് CBC നമ്മൾ ചെയ്യേണ്ടത് എൽഡർലി പേഷ്യൻസിന്, അതുപോലെ എന്തെങ്കിലും അനീമിയ അല്ലെങ്കിൽ ക്രോണിക് ഡിസീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺഗോയിങ് ബ്ലഡ് ലോസ്, അവർക്കൊക്കെ ആയിരിക്കുമല്ലോ അനീമിയയുടെ ഒരു ടെൻഡൻസി ഉള്ളത്. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെയാണ് നമ്മൾ CBC എല്ലാവർക്കും ചെയ്യണം, എന്നാലും ഇവർക്കൊക്കെ എന്തായാലും ചെയ്യണം. പിന്നെ നമുക്ക് സിക്കിൾ സെൽ ഡിസീസ് ഉണ്ട് എന്നുള്ള എന്തെങ്കിലും സസ്പെഷൻ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ സിക്കിൾ സെൽ ടെസ്റ്റ് കൂടെ ചെയ്യാം. അതാണ് CBCയിൽ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ യൂറിയ ആൻഡ് ഇലക്ട്രോലൈറ്റിൽ നമ്മൾ ചെയ്യുന്നത് ഓൾഡ് ഏജ് പേഷ്യൻസിന്, അതുപോലെ എന്തെങ്കിലും സിസ്റ്റമിക് ഡിസീസ് ഉള്ളവർക്ക്, ആന്റിസിപ്പേറ്റഡ് ബ്ലഡ് ലോസ് ഉള്ളവർക്ക്, പിന്നെ സർട്ടൻ ഡ്രഗ്സ് ലൈക്ക് NSAID, ഡയൂററ്റിക്സ്, ഡിജോക്സിൻ, ഇവർക്കൊക്കെയാണ് യൂറിയ ആൻഡ് ഇലക്ട്രോലൈറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എക്കോ എടുക്കുന്നത് ഓൾഡ് ഏജ്, അതുപോലെ സെറിബ്രോ വാസ്കുലർ ഡിസീസ്, കാർഡിയോവാസ്കുലർ ഡിസീസ്, ഹിസ്റ്ററി ഓഫ് റൂമാറ്റിക് ഫീവർ, ഇവർക്കൊക്കെയാണ് എക്കോ എടുക്കുന്നത്.
ഇനി ചെസ്റ്റ് എക്സ്റേ നോർമലി എടുക്കത്തില്ല, പക്ഷെ ചെസ്റ്റ് എക്സ്റേ എടുക്കുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ചില കണ്ടീഷൻസ് ഉണ്ട്. എന്തെങ്കിലും ഹാർട്ട് ഡിസീസ്, COPD, പൾമണറി കാർസിനോമ, അതുപോലെ TB വീണ്ടും റീആക്ടിവേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള അങ്ങനത്തെ എന്തെങ്കിലും റിസ്ക് ഉള്ള കേസസിൽ നമ്മൾ ചെസ്റ്റ് എക്സ്റേ എടുക്കൂല. ഇനി അടുത്തത് കൊയാഗുലേഷൻ പ്രൊഫൈൽ. അത് എടുക്കുന്നത് ബ്ലീഡിങ് ഡിസീസ്, അല്ലെങ്കിൽ ഇതിൽ ഫാമിലി ഹിസ്റ്ററി ഓഫ് ബ്ലീഡിങ് ഡിസീസ്, ലിവർ ഡിസീസ്, കോളിസ്റ്റേസിസ്, എക്ലാംസിയ, പിന്നെ ആന്റി കൊയാഗുലൻ ഡ്രഗ്സ് എടുക്കുന്നവർക്ക്, ഇവർക്കൊക്കെ കൊയാഗുലേഷൻ പ്രൊഫൈൽ ചെക്ക് ചെയ്യും. പിന്നെ അടുത്ത യൂറിൻ ഡിപ്സ്റ്റിക് ടെസ്റ്റ്. അത് നമ്മൾ എല്ലാ പേഷ്യൻസിനും ചെയ്യണം. എന്തിനാ വെച്ചാൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ബൈൽ യൂറിയ, ഗ്ലൈക്കോസ് യൂറിയ, ഇതൊക്കെ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂറിൻ ഡിപ്സ്റ്റിക് ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ബീറ്റ HCG. ബീറ്റ HCG ചെയ്യുന്നത് ഇപ്പോൾ ചില ഈ LBA ഏജ് ഗ്രൂപ്പിലുള്ള ലേഡീസ് വരികയാണെങ്കിൽ അവർക്ക് അറിഞ്ഞൂടാ ഇനിയിപ്പോ ഇൻ കേസ് അവർ പ്രഗ്നന്റ് ആണോ അല്ലയോ എന്നുള്ള അവർക്ക് അറിയില്ല. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ ഒന്നെങ്കിൽ പ്രഗ്നൻസി കിറ്റ്, യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ലാബ് ടെസ്റ്റ് ബീറ്റ HCG ചെയ്ത് നോക്കണം. ഇത്രയൊന്നും പഠിക്കേണ്ട, ഒരു ഏകദേശം നമുക്കിങ്ങനെ അറിയുന്നതൊക്കെ എഴുതി വെച്ചാൽ മതി കേട്ടോ. CBC ഇങ്ങനെ ഏതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഓർത്ത് വെച്ചാൽ മതി. CBC, യൂറിൻ ഇലക്ട്രോലൈറ്റ്, എക്കോ, ചെസ്റ്റ് എക്സ്റേ, കൊയാഗുലേഷൻ, യൂറിന്റെ ഡിപ്സ്റ്റിക് ടെസ്റ്റ്, ബീറ്റ HCG. ഇനി അടുത്ത ചെയ്യുന്നതാണ് HbA1c. അല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് ഗ്ലൂക്കോസ് ചെയ്യാം. പക്ഷെ ബ്ലഡ് ഗ്ലൂക്കോസ് ചെയ്യുന്നതിനേക്കാളും HbA1c ചെയ്യുന്നതാണ് നല്ലത്. കാരണം പ്രീവിയസ് 3 months ബ്ലഡ് ഷുഗർ കൺട്രോൾഡ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ഇനി ABG, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്, ബ്ലഡ് ഗ്യാസ്. അത് നമ്മൾ ചെയ്യുന്നതിന്റെയും സിവിയർ റെസ്പിറേറ്ററി കണ്ടീഷൻസ്, അല്ലെങ്കിൽ ആസിഡ് ബേസ് ഇംബാലൻസ്, പിന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് മുന്നേ. ഇനി 10ാമത്തെ ഇൻവെസ്റ്റിഗേഷൻ LFT ചെയ്യുന്നത് ജോണ്ടിസ്, ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, അല്ലെങ്കിൽ കാർസിനോമ, പൂർ ന്യൂട്രീഷൻ, ഇങ്ങനെയൊക്കെ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലാണ് LFT ചെയ്യുന്നത്. പിന്നെ വേറെ ഇൻവെസ്റ്റിഗേഷൻസ് ലൈക്ക് റേഡിയോഗ്രാഫ് ആൻഡ് ഇമേജ്. ഭയങ്കര ബോറിംഗ് ആണ്, പക്ഷെ ഏകദേശം നമുക്ക് ഓർമ്മയുള്ളതൊക്കെ വെച്ചാൽ എഴുതിയാൽ മതി. ഈ 10 ഇൻവെസ്റ്റിഗേഷന്റെ പേര് ഓർത്ത് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് എന്തിലൊക്കെ ചെയ്യാന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല, അത് വെച്ച് അങ്ങ് എഴുതി വിട്ടാൽ മതി. ഓക്കെ, ഇത് ഇത്രയും ഡെയിലിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നോണ്ട് എഴുതി വെച്ചെന്നുള്ളൂ. 10 ഇൻവെസ്റ്റിഗേഷൻ. ഇനി അപ്പൊ നമ്മൾ ഹിസ്റ്ററി എടുത്തു, എക്സാമിൻ ചെയ്തു, ഇൻവെസ്റ്റിഗേഷൻസ് എടുത്തു. ഇനി 4ാമത്തത് ഇൻഫോംഡ് കൺസെന്റ്. അത് വോളണ്ടറി ആയിരിക്കണം, വോളണ്ടറി ഇൻഫോംഡ് കൺസെന്റ് എടുക്കുക. പിന്നെ 5ാമത് ത്രോംബോ എംബോളിക് പ്രൊഫൈലാക്സിസ്. അത് ചെയ്യുന്നത് എന്താ വെച്ചാല്, ഇപ്പൊ ഈ പേഷ്യന്റ് നമ്മൾ സർജറി ചെയ്യുമല്ലേ, അപ്പൊ പേഷ്യന്റ് ഇങ്ങനെ ഒരുപാട് സമയം കിടക്കുകയുണ്ട്, DVT അതുപോലെ പൾമണറി എംബോളിസം ഒക്കെ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതിനെതിരെ പ്രൊഫൈലാക്സിസ് കൊടുക്കണം. നമ്മൾ കൊടുക്കുന്നത് ഇലാസ്റ്റിക് സ്റ്റോക്കിങ്ങും, പിന്നെ ഇന്റർമീഡിയറ്റ് ന്യൂമാറ്റിക് കാഫ് കംപ്രഷൻ, പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഏർലി ആംബുലേഷൻ ആൻഡ് ഹെപ്പാരിൻ. ഈ 4 ത്രോംബോ എംബോളിക് പ്രൊഫൈലാക്സിസ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആന്റിബയോട്ടിക് പ്രൊഫൈലാക്സിസ് കൊടുക്കാം. പിന്നെ അടുത്തതാണ് അറേഞ്ചിങ് ദ തിയേറ്റർ ലിസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, നഴ്സിംഗ് സ്റ്റാഫിനെ, പിന്നെ അതുപോലത്തെ ഇൻസ്ട്രുമെന്റ്സ്, ഇതൊക്കെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് ചെയ്യുന്നത്. എന്തെങ്കിലും മനസ്സിലായോ? ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ട് ഇത് ഒരുപാടുണ്ട്, ചാപ്റ്റർ മൊത്തം ഉണ്ട്. അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഹെഡിങ് ഓർത്ത് വെച്ചാൽ മതി, പിന്നെ നമുക്ക് തന്നെ അങ്ങ് തള്ളി വെക്കാം. ഓക്കെ, ഞാൻ ഇത് ഗ്രൂപ്പിലിടാം ഈ ഫോട്ടോ. ഇനി അടുത്തത് FNAC. FNAC എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പാൽപ്പബിൾ മാസ് ലീഷൻസ് ഇല്ലേ, അപ്പോ തൈറോയ്ഡ്, ബ്രസ്റ്റ്, അപ്പൊ അങ്ങനത്തെ പാൽപ്പബിൾ മാസ് ലീഷൻസിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് FNAC. ഇതൊരു സൈറ്റോളജിക്കൽ സ്റ്റഡി. സൈറ്റോളജിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ്പിറേറ്റ് ചെയ്തിട്ട് ആ സെൽസിനെ നമ്മൾ സ്റ്റഡി ചെയ്യും, അതാണ് സൈറ്റോളജിക്കൽ സ്റ്റഡി. ഇത് വെച്ചിട്ട് നമുക്ക് ഏതാണ് ഡിസീസ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ അത് മാലിഗ്നന്റ് ആണോ അല്ലെങ്കിൽ ബിനൈൻ ആണോ എന്നും അറിയാൻ പറ്റും. ഡിസീസ് കൺഫേം ചെയ്യാം, അതുപോലെ വെദർ ദ ഡിസീസ് ഈസ് മാലിഗ്നന്റ് ഓർ ബിനൈൻ അതും അറിയാൻ പറ്റും. അപ്പൊ FNAC ഒരു സൈറ്റോളജിക്കൽ സ്റ്റഡി ആണ്, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോ. പിന്നെ ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതേപോലെ ഒരു FNAC സിറിഞ്ച് ഉണ്ട്. അപ്പൊ അതിന്റെ അറ്റത്ത് ഒരു 23 or 24 ഗോസ് നീഡിൽ നമ്മൾ കണക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ മാസ് ലീഷനിലോട്ട് ഇതിനെ നമ്മൾ കുത്തിയിട്ട് അതിന്റെ അകത്തുള്ള ആസ്പിറേറ്റ് എടുക്കും. എന്നിട്ട് നമുക്ക് പിന്നെ അതിനെ സ്മിയർ ഉണ്ടാക്കാം. ഒന്നെങ്കിൽ ഡ്രൈ സ്മിയർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ 100% മെത്തിലീൻ
അത് വെച്ചിട്ട് ഫിക്സ് ചെയ്തിട്ടും സ്മിയർ ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ ഈ സ്മിയറിനെ സ്റ്റഡി ചെയ്യും. ഇതാണ് അതിന്റെ പ്രൊസീജിയർ. ഇതാണ് അതിന്റെ ഓക്കെ. ഇതാണ് സിറിഞ്ച്. ഇത് അതിനെ അറ്റാച്ച് ചെയ്തിട്ട് 23 or 24 ഗോസ് നീഡില് ഇത് വെച്ചിട്ട് നമ്മൾ ഈ ആസ്പിറേറ്റ് എടുക്കും. എന്നിട്ട് ഒന്നെങ്കിൽ ഡ്രൈ സ്മിയർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ 100% മെത്തിലീൻ ഫിക്സ് ചെയ്തിട്ടുള്ള സ്മിയർ ഉണ്ടാക്കാം. എന്നിട്ട് ഈ സ്മിയർ നമ്മൾ സ്റ്റഡി ചെയ്യും. ഇതാണ് FNACയുടെ പ്രൊസീജിയർ. ഇത് നമ്മൾ എന്തിനൊക്കെ ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞാല് നമുക്കറിയാവുന്നതൊക്കെ പറയാം. ബ്രസ്റ്റ്, തൈറോയിഡ്, ലിംഫ് നോഡ്, അതുപോലെ പരോട്ടിഡ്, അങ്ങനത്തെ എല്ലാ സർഫസ് ലീഷൻസിനും പാൽപ്പബിൾ ആയിട്ടുള്ള എല്ലാ സർഫസ് ലീഷൻസിനും നമുക്ക് FNAC ചെയ്യാം. പിന്നെ നമ്മൾ തൈറോയിഡിൽ ഫോളിക്കുലർ കാർസിനോമക്ക് അത് യൂസ്ഫുൾ അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൻജിയോ ഇൻവേഷൻ ആൻഡ് ക്യാപ്സുലർ ഇൻവേഷൻ അതൊന്നും നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഫോളിക്കുലർ കാർസിനോമക്ക് യൂസ്ഫുൾ അല്ല, എന്നാൽ ചെയ്യും, യൂസ്ഫുൾ അല്ല മാത്രം. പിന്നെ ഇതിൽ പറയുന്നുണ്ട് ലിംഫ് നോഡ്സിൽ നമുക്ക് TB അതുപോലെ സെക്കൻഡറീസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ യൂസ്ഫുൾ അല്ല എന്ന് പറയുന്നത്. TB ഒക്കെ ഈ TB ലിംഫാഡിനൈറ്റിസിനൊക്കെ നമ്മൾ FNAC ചെയ്യുന്നുണ്ട്. FNAC ചെയ്തിട്ട് അത് ഡയഗ്നോസ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെ പറയുന്നുണ്ട് യൂസ്ഫുൾ അല്ല എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂപ്പർഫിഷ്യൽ ലീഷൻസിന് മാത്രമല്ല നമ്മളെ ഡീപ് സ്ട്രക്ചേഴ്സിനും നമുക്ക് FNAC ചെയ്യാം. അതെങ്ങനെ ചെയ്യാം? ഒന്നെങ്കിൽ അൾട്രാസൗണ്ട് ഗൈഡഡ് അല്ലെങ്കിൽ CT ഗൈഡഡ് ആയിട്ട് FNAC ചെയ്യാം. ലൈക്ക് ലിവർ, ലങ്, കിഡ്നി, ഇങ്ങനത്തെ ഇതൊക്കെ ഡീപ്പിൽ കിടക്കുന്നില്ല. അപ്പൊ ഈ ഡീപ്പ് ഓർഗൻസിൽ നിന്ന് നമുക്ക് FNAC എടുക്കാം. CT അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് ചെയ്യാം. ഇനി ഇതിന് കുറച്ച് കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട്. കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ടെസ്റ്റിക്കുലർ ട്യൂമർ. ബിക്കോസ് ടെസ്റ്റിസിന് കുറെ ലേയേഴ്സ് പഠിച്ചിട്ടില്ലേ, കുറെ വോൾസ് ഒക്കെ, ട്യൂണിക്ക, ആൽബുജീനിയ. അപ്പൊ ഈ വോൾ നമ്മൾ FNAC ചെയ്യുമ്പോൾ ഈ വോൾ ഡിസ്റപ്റ്റഡ് ആവാം. അപ്പോൾ ഇൻ കേസ് ഓഫ് ടെസ്റ്റിക്കുലർ ട്യൂമർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വോൾ ശരിക്കും ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടർ, അപ്പോൾ സ്പ്രെഡ് ചെയ്യാതെ നിർത്തും. അപ്പൊ നമ്മൾ FNAC നീഡിൽ കുത്തിക്കയറ്റുവാണെങ്കിൽ ഈ വോൾ ഡിസ്റപ്റ്റ് ആയിട്ട് അത് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടെസ്റ്റിക്കുലർ ട്യൂമറിന് ഇതൊരു അബ്സല്യൂട്ട് കോൺട്രാ ഇൻഡിക്കേഷൻ ആണ്. ഓക്കെ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇതും ടെക്സ്റ്റിൽ അത്ര കാര്യമായിട്ടില്ല. അല്ല, ഇനിയുണ്ട് അഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അനസ്തീഷ്യ വേണ്ട, അതുപോലെ ഹോസ്പിറ്റലൈസേഷൻ വേണ്ട, പിന്നെ ഈസി ടു പെർഫോം ആണ്, എക്കണോമിക്കൽ ആണ്, അതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഇത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് ചെയ്യാം ഒരു തവണ ഇതായി പോയാലും. പിന്നെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിസൾട്ട് ആണ്, കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്. അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് നമുക്കറിയാവുന്ന എഴുതി വെക്കാം. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞ. അപ്പൊ FNAC എന്ന് പറയുന്നത് ഒരു സൈറ്റോളജിക്കൽ സ്റ്റഡിയാണ്. FNAC ഒരു സൈറ്റോളജിക്കൽ സ്റ്റഡിയാണ്. നമുക്ക് ഡിസീസ് എന്താണെന്ന് കൺഫേം ചെയ്യാൻ പറ്റും, അതുപോലെ ഡിസീസ് മാലിഗ്നന്റ് ആണോ ബിനൈൻ ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. ഇനി അതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ FNACയുടെ ഒരു സിറിഞ്ച് ഉണ്ട്, അതിനെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു 23 or 24 ഗോസ് നീഡിലുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ആസ്പിറേറ്റ് എടുക്കുക, ആസ്പിറേറ്റ് എടുത്തിട്ട് സ്മിയർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഡ്രൈ സ്മിയർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ 100% മെത്തിലീൻ ഫിക്സ്ഡ് ആയിട്ടുള്ള സ്മിയർ ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ ആ സ്മിയറിനെ സ്റ്റഡി ചെയ്യുക. ഇനി ഇതിന്റെ ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത് തൈറോയിഡ്, പരോട്ടിഡ്, ബ്രസ്റ്റ്, ലിംഫ് നോഡ്, അങ്ങനത്തെ സൂപ്പർഫിഷ്യൽ പാൽപ്പബിൾ ലീഷൻസ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡീപ് സ്ട്രക്ചേഴ്സിനും FNAC എടുക്കാം. അത് എടുക്കണമെന്നുണ്ടെങ്കിൽ CT ഗൈഡഡ് അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ടുള്ള FNAC ചെയ്യാം. അതുപോലെ ഫോളിക്കുലർ കാർസിനോമയിൽ അത് യൂസ്ഫുൾ അല്ല. പിന്നെ ലിംഫ് നോഡ്സിൽ TB സെക്കൻഡറീസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാനും യൂസ്ഫുൾ അല്ല. പിന്നെ ഒരൊറ്റ അബ്സല്യൂട്ട് കോൺട്രാ ഇൻഡിക്കേഷൻ ആണുള്ളത്, ടെസ്റ്റിക്കുലർ ട്യൂമർ. ആക്ച്വലി നമ്മൾ വേറെ ഒരു കോൺട്രാ ഇൻഡിക്കേഷനും പഠിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു ലാറ്ററൽ നെക്ക് സ്വെല്ലിംഗ് പഠിപ്പിച്ച സമയത്ത് ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ പറഞ്ഞായിരുന്നു. കാരോട്ടിഡ് ബോഡി ട്യൂമർ. അതെ. ഇത്രേ ഉള്ളൂ. ഏതെങ്കിലും പറയണോ ഇനി? ഇതാണ് FNACയുടെ നീഡിൽ. ഓക്കെ, ഇനി ഏതെങ്കിലും പറയണോ? വേണ്ടടാ. ഓക്കെ.